ഹലോ ഗൈസ്, തുടുപ്പിന്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഖിൽ. എന്റെ സുഹൃത്തുക്കളായ ദീജു, അനുരാജ്, അർജുൻ, ഋഷി. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ സ്വപ്നത്തിലേക്കാണ് പോകുന്നത്. സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സ്വപ്നത്തിലേക്ക് കടക്കാം. സ്വപ്നം കാണാത്തവരായിട്ട് ആരുമില്ല. ഇപ്പം എല്ലാരും സ്വപ്നം കാണുന്നവരാണ്. ഒരു മനുഷ്യൻ ഏകദേശം അവന്റെ ആയുസ്സിൽ 6 വർഷത്തോളം സ്വപ്നം കണ്ട് തീർക്കുന്നുണ്ട്. അതൊരു വലിയൊരു കണക്കാണ്. 6 വർഷം എന്ന് പറയുന്നത് എത്രയും നമുക്ക് ഊഹിക്കാം. അപ്പൊ അത്രയേറെ സ്വപ്നം കാണുന്നുണ്ട് നമ്മള്. പല രീതിയിലുള്ള, നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള കാണുന്നുണ്ട്, ഹൊറർ ആയിട്ടുള്ള കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള പല ആൾക്കാരിലും പല രീതിയിലുള്ള സ്വപ്നങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാരും കണ്ടിട്ടുള്ളത് തന്നെ. പട്ടി ഒട്ടിക്കാൻ വരുന്നു, പാമ്പ് ഒട്ടിക്കാൻ വരുന്നു, കുഴിയിലേക്ക് ചാടുന്നത്, പിന്നെ സ്കൂളിലൊക്കെ ഷർട്ട് ഇടാതെ പോകും, ഡ്രസ്സ് ഇല്ലാണ്ട് പോകും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ. ഇത് ഒരുവിധമുള്ള എല്ലാരും കാണുന്ന സ്വപ്നങ്ങളാണ്. ഞാൻ വിചാരിച്ചു ആദ്യമേ ഇത് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, ഇത് കൂട്ടുകാർക്ക് പറയാൻ പറ്റില്ല തുണിയില്ലാതെ സ്കൂളിൽ പോകണമെന്നൊക്കെ. ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള സ്വപ്നം. പക്ഷെ തുണിയില്ലാതെ സ്കൂളിൽ പോകുന്നതല്ല, ഇപ്പൊ ഒരു വലിയ ആൾക്കൂട്ടം, പക്ഷെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും എനിക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ആ കൂട്ടത്തിലുള്ള എല്ലാവരുടെ അറിയാവുന്ന ആൾക്കാർ നടുക്ക് ഞാൻ എന്നെ നോക്കുമ്പോൾ എനിക്ക് മാത്രം തുണിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര വിയേർഡായിട്ട് ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതാണ് ഞാൻ കാണുന്ന സ്വപ്നം. എല്ലാവരും മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്ന സ്വപ്നം. അതൊക്കെ ഓരോ സ്വപ്നത്തിനും ഓരോ ഫാക്ട് ഉണ്ട്. അത് നമുക്ക് തുടർച്ചയായി പറയാം. എല്ലാവരുടെ ഓരോ അനുഭവങ്ങൾ പറയാം. അഖില് പറഞ്ഞ ഇതിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി എല്ലാരും കണ്ടിട്ടുള്ള സ്വപ്നമാണെന്ന് തോന്നുന്നു. കാരണം ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ ഋഷി കണ്ടെന്ന് പറഞ്ഞു, അഖില് കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അതേപോലത്തെ സാധനം കണ്ടിട്ടുണ്ട്. അർജുൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല. വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം ഹാളിൽ താമസിച്ചെത്തുന്ന, എക്സാമിന് തോക്കുന്ന, അങ്ങനത്തെ ജസ്റ്റ് എക്സാം ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ വല്ല സ്വപ്നങ്ങളും ഞാൻ പട്ടി ഓടിക്കുന്നത്, പാമ്പ് ഓടിക്കാൻ വരുന്നത്, അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിലൊക്കെ ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ഏത് സ്വപ്നം, നമുക്ക് വരുന്ന ഏത് അപകടം ആയിക്കോട്ടെ, അതിലൊന്നും നമ്മൾ മരിക്കുന്നില്ല. അതായത് നമ്മൾ മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എണീക്കുന്നുണ്ട്. ചില സ്വപ്നങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതും കുറച്ച് ഫീലൊക്കെ തരുന്നതാണ്. ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. സന്തോഷം എനിക്ക് മനസ്സിലാവും. പിന്നെ നീ ഏലിയനെ പറഞ്ഞുണ്ട്, നീ ആര്, നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് അനുസരിച്ചാണ് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും അവരുടെ മനസ്സിലുള്ള എന്താണ് സംഘർഷങ്ങളോ വിഷമങ്ങളോ അതൊക്കെ വെച്ചാണ് സ്വപ്നം കാണുന്നത്. അതൊക്കെ വെച്ചാണ് വരുന്നത് ഓരോരുത്തരുടെ സ്വപ്നങ്ങൾ. നമ്മളീ കാണുന്ന സ്വപ്നങ്ങൾക്കെല്ലാം പല ആൾക്കാരും പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. അതിപ്പോ സയന്റിഫിക് ആയിട്ട് വ്യാഖ്യാനം കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതല്ലാതെ പിന്നെ ഈ അന്ധവിശ്വാസം അങ്ങനത്തെ ഒരു സെക്ടറിൽ ഭയങ്കര ഇതായിട്ട് പോകുന്നതാണ് ഈ സ്വപ്നങ്ങൾ. ഇപ്പൊ നമ്മളിപ്പം പഴയ ആൾക്കാർ പറയുന്നുണ്ട് ഈ പാമ്പ് കടിക്കാൻ വരുന്നതിന്റെ പല പല കാര്യങ്ങൾ. വീട്ടില് അമ്മമാരൊക്കെ പിന്നെ നമ്മള് കാവി പോയി വിളക്ക് എത്തിക്കണം, മഞ്ഞപ്പൊടി മേടിച്ചിരിക്കണം, അങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾ. സത്യം പറഞ്ഞാൽ ഇതിന്റെ സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അതായത് നമ്മൾ പല ഭാഗങ്ങളിലും സയന്റിഫിക് ആയിട്ട് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യര് സ്വപ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇന്ന സ്വപ്നങ്ങൾ കാണിക്കുന്നു എന്നെന്തെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതായിട്ടെങ്കിലും? ഇതുവരെ പൂർണ്ണമായൊരു വ്യാഖ്യാനം ഇതിന് ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. നോക്കിയപ്പോ സയൻസിൽ പല തിയറീസ് ഒക്കെ ഉണ്ട്, ഒരുപാട് തിയറീസ് ഈ സയൻസിൽ ഉണ്ട്. എന്നാൽ അതിന് പൂർണ്ണമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഡ്രീംസ് ഇറ്റ് ഈസ് എ മാജിക്കൽ എന്ന് കൂടുതൽ ഇത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻരാജിന് എന്താ ഇതിനെപ്പറ്റി? അൻരാജാണ് കൂടുതൽ പഠിച്ചിരുന്നത് ഈ ഡ്രീമിനെ കുറിച്ച്. നമ്മള് ഡ്രീമിനുള്ളിലെ ചില സബ്ജക്റ്റുകളൊക്കെ പഠിച്ചെങ്കിലും ഡ്രീമിനെ കുറിച്ച് പഠിച്ചത് അൻരാജാണെന്ന് തോന്നുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ രാജ്യം എനിക്ക് ഓർമ്മ പറഞ്ഞില്ല. പുള്ളിയുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിലെ എന്താണ് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്കുള്ള ഒരു വാതിലാണ് ഡ്രീംസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനകത്തുള്ള ആഗ്രഹങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരോ സംഘർഷങ്ങളും വിഷമങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ഡ്രീംസ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കുഴിയിൽ വീഴുന്ന കേസ്. പിന്നെ അതല്ലാതെ ഓരോന്ന് എന്താണ് പാമ്പ് കടിക്കാൻ വരുന്നത്, മൃഗങ്ങൾ ഓരോന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കേസുകൾ. അപ്പൊ പുള്ളിയുടെ ബുക്കിൽ പറയുന്നതെന്ന് പറയുന്ന നേരത്ത് ഈ പാമ്പിനെയൊക്കെ അധികമായിട്ട് സ്വപ്നം കാണുന്നവര് മറ്റേ സെക്ഷലി ആ ഒരു തിങ്കിങ് കൂടുതലുള്ള ആളാണ് പാമ്പിനെയൊക്കെ ഒരുപാട് കാണുന്നതെന്നാണ് പിന്നെ ഈ സിംഹം അങ്ങനെയൊക്കെ ഉള്ള കാണുന്നത് നമ്മുടെ അഗ്രഷനും
പിന്നെ നമ്മുടെ പവർ അങ്ങനെയൊക്കെ ഉള്ള സാധനം അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. പട്ടീനെ നമ്മളൊക്കെ കാണുന്നവര് പട്ടിയെ ഇപ്പം കണ്ടു. അല്ല അതിനെയൊക്കെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളെ കുറിച്ച് നമുക്ക് പറയുന്നില്ല. ഇവര് കുറച്ച് ചോദ്യം പട്ടിയെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ ഒരെണ്ണം എന്താണ് നമ്മളെ കടിക്കാൻ ഒട്ടിക്കുന്നതോ അതായത് ഇപ്പൊ നേരത്തെ പാമ്പ് കൊത്താൻ ഒട്ടിക്കുന്ന ദിവസം പറഞ്ഞ അത് നമ്മുടെ ഉള്ളിലെ പേടിയെയാണ് അത് കാണിക്കുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. ഈ ആന ഓടിക്കുന്നത് അതൊക്കെ കോമൺ ആയിട്ടുള്ള ഇതാണ്. ഈ ആന ഓടിക്കുന്നത് നമ്മളിങ്ങനെ പാമ്പ് പാമ്പ് പാമ്പാണ് മെയിൻ. ഒട്ടിക്കുന്നതൊക്കെ. അതാണ് പറഞ്ഞത്. ഇത് എന്തെങ്കിലും നമ്മളെ കടിക്കാൻ വരുന്നതോ അതോ നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓടിക്കുന്നതോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ എന്താണ് നടക്കാത്ത ആഗ്രഹങ്ങൾ, പിന്നെ അതേപോലെ എന്തെങ്കിലും ആൻസൈറ്റി ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ ഡ്രീംസ് വരാൻ കാരണം. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ മൈൻഡ് അനുസരിച്ച് മാറുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോരുത്തർ ജീവിച്ചു വന്ന സാഹചര്യം, അവരുടെ ചിന്തകള് ഇതെല്ലാം വെച്ച് ഡിഫറൻസിയേഷൻ വരുമെന്നാണ് പുള്ളി ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സയൻസ് സയന്റിഫിക് അല്ല, അതൊരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഒരു സൈക്കോളജിയിലാവാം. ബ്രെയിനിലെ ചില ന്യൂറൽ ആക്ടിവിറ്റി എന്തെങ്കിലും അർത്ഥം മീനിങ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഡ്രീംസ് ഉണ്ടാവുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അതില് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പോയി ഒറ്റയ്ക്ക് നമുക്കറിയാവുന്ന ആൾക്കാരായിരിക്കും, അതിന് നടുക്ക് നമ്മൾ നിൽക്കും, നമുക്ക് പക്ഷെ ഡ്രസ്സ് കാണത്തില്ല. അതിന് പല ആൾക്കാരും പല പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ, സൈക്കോളജിസ്റ്റിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ കണ്ടത്, ഇപ്പൊ നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നത് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ നമ്മളിപ്പം പുതിയതായിട്ട് ഏതെങ്കിലും കോളേജോ സ്കൂളോ ചേരുക, നമുക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പം നമ്മുടെ ഉള്ളിലോട്ട് സ്ട്രെസ് വരും. ആ സ്ട്രെസ് കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് നമുക്ക് അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ മറച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവും. ആ ഒരു കുറ്റബോധം കാരണവും നമ്മൾ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത്. അത് നമ്മളെ ബ്രെയിൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് നമ്മളെ ബ്രെയിൻ ഓർമ്മിപ്പിക്കും. ഇതേപോലെ നമ്മളെ ബ്രെയിൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് നമ്മളിപ്പം നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ മരിക്കുന്ന കാര്യം. ഈ വേണ്ടപ്പെട്ട ആൾക്കാർ മരിക്കുന്ന പല പല വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്കിപ്പം ചില ആൾക്കാർ പറയും അവർക്ക് നല്ലതാണ് പറയും, സ്വപ്നം കാണുമ്പോൾ പറയും അത് അവർക്ക് നല്ലതായിട്ടാണ് നമ്മള് അതൊക്കെ സയന്റിഫിക് ആയിട്ട് പറയുന്നത്. നമ്മളിപ്പം ആരോടെങ്കിലും നമ്മളിപ്പോ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, അവരോട് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ആ തെറ്റാണ് നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ കാണും നമുക്ക് ആ തെറ്റ് തിരുത്തണം, ആ തെറ്റ് തിരുത്തണമെന്നുള്ള ഉള്ളിൽ നമ്മളെ മനസ്സിൽ കാണും. പക്ഷെ നമ്മൾ അത് ചെയ്യത്തില്ല. നമ്മൾ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ഇതുണ്ട്, ആ ബ്രെയിൻ നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിക്കും, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ഇത് മാറ്റണം എന്ന് നമ്മളെ വീണ്ടും വീണ്ടും അതാ നമ്മളെ കോൺഷ്യസ് ആയിട്ട് വീണ്ടും കൊണ്ടുവരികയാണ്. അതാ മനസ്സാക്ഷി കുത്തൽ, അതാണ് മലയാളം പറഞ്ഞത്. അതാണ് ഇങ്ങനത്തെ പല പല ഇതുണ്ട്. വിളിച്ചു പറയുന്നില്ലല്ലോ. എല്ലാം രഹസ്യമായിരിക്കും. അങ്ങനത്തെ വിഷയം എനിക്കുണ്ടെന്ന് വീട്ടിൽ അനിയനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കേസുകളെല്ലാം വിളിച്ചു പറയുന്നു. നമ്മളിപ്പം പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം ഒരുവിധമുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ടുള്ളതും 90% ആൾക്കാർക്ക് ഫീൽ ആയിട്ടുള്ള സ്വപ്നങ്ങളാണ്, കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതല്ലാതെ വേറെ തരമുണ്ട് സ്വപ്നങ്ങൾക്ക്, നല്ല പേടിപ്പിക്കുന്നതും ചിലപ്പോൾ നമുക്ക് കട്ടിൽ തന്നെ എണീക്കാൻ പറ്റാത്തൊരു ഫീൽ വന്നിട്ടുള്ള സ്വപ്നങ്ങൾ. അതിന് നമ്മൾ പല പല ഇതുണ്ട്. നമ്മളിപ്പം സ്ലീപ്പ് പാരാലിസിസ് അങ്ങനത്തെ ഓരോ ഇത്. അതിപ്പോ നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ആ ഒരു ഫീൽ വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട് അത്. പക്ഷെ സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന് പറഞ്ഞല്ലേ ഞാൻ സ്വപ്നം കണ്ടത്. കണ്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് ഇത് സ്ലീപ്പ് പാരാലിസിസ് എന്ന് മനസ്സിലായത്. എനിക്ക് +1 ഈ ഒരു അനുഭവം ഉണ്ടായത്. അപ്പം ഈ അനുഭവം ഉണ്ടായപ്പോ തന്നെ ഒരുപാട് പേടിച്ചെന്നത് അത്രയ്ക്കും ഭീതി നിറഞ്ഞൊരു സ്വപ്നമായിരുന്നു അത്. അതായത് എന്റെ ലൈഫിൽ നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഇതുമില്ല. ഇപ്പൊ തന്നെ നമ്മള് കുഞ്ഞുനാളിലെ കൊണ്ട് തീയിൽ കൈവയ്ക്കുക, വീഴുക, നമുക്കൊന്നും അപ്പൊ അറിവില്ല അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം. അതേ കണക്കത്തെ ഒരു ലൂപ്പിന്റെ അകത്ത് പെട്ടുപോയ അവസ്ഥയാണ് എനിക്ക് അന്നുണ്ടായത്, സ്ലീപ്പ് പാരാലിസിസ്. അപ്പം ഈ കാണുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്, അതിപ്പോ ആൾരൂപമാവാം, ഭീകരജീവിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒന്നാവാം, അത് വന്ന് നമ്മൾ നെഞ്ചത്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു വെയിറ്റ്, നമുക്ക് നല്ലൊരു വെയിറ്റ് നമ്മുടെ നെഞ്ചിൽ അനുഭവപ്പെടും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ അനുഭവപ്പെടുന്ന സമയത്ത് തന്നെ അവന് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈയും കാലും ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും അത് എന്താ പറയുന്ന ഒന്നും പുറത്തോട്ട് വരുന്നില്ല.
അതായത് ഫുള്ളി പാരലൈസ് ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ. ശബ്ദം വരുന്നില്ല, കൈകാലുകൾ പൊങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. നീ സ്വപ്നം കാണുന്ന എപ്പോഴാണ്? രാത്രിയാണോ? ഞാൻ ഉച്ചയ്ക്ക്. ഉച്ച സമയം? ഈ ഇത്തരം സ്വപ്നങ്ങളെല്ലാം കാണുന്നത് ഈ പകൽ സമയങ്ങളിലാണ് ഞാൻ കാണുന്നത്. രാത്രി ഞാൻ കണ്ടിട്ടില്ല. എന്താ കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനെ? ആണെന്നാണ് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് നോക്കിയപ്പോഴേക്കും എല്ലാം റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടാത്തതാണ്. സ്ട്രെസ്സും നല്ല ഉറക്കമില്ലായ്മ, അതായത് ഡിസോർഡർ ആയിട്ടുള്ള ഒരു മനസ്സുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നതെന്ന് കണ്ടിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ള കൂടുതലും പകൽ ഉറങ്ങുന്ന അങ്ങനെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ പകൽ സമയങ്ങളിൽ ഉറങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു പാതി മയക്കത്തിൽ വരുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കാണ് ഇത് കാണുന്നത്. നമ്മൾ ഭയങ്കര അഗാഢമായ ഒരു ഉറക്കത്തിൽ ഇത് അനുഭവപ്പെടുന്നില്ല. ഇൻ ബിറ്റ്വീൻ അഗാഢമായ ഉറക്കവും സാധാ ഒരു മയക്കത്തിന് ഇടയ്ക്ക്, അതായത് രണ്ടിലേക്കും വീഴുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് ഇത് അനുഭവപ്പെടുന്നത്. അതിന്റെ ഞാൻ സയന്റിഫിക് ആയിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഇത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം റം എന്നും നോൺ നോൺ റം അങ്ങനെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അത് സ്ലീപ്പിന്റെ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് റാപ്പിഡ് ഐ മൂവ്മെന്റ് ആണ് ഈ റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്താണ് കൂടുതൽ നമ്മുടെ തുടക്കം, സ്ലീപ്പിന്റെ തുടക്കം ആണ് ഈ റം സ്ലീപ്സ്. ആ സമയത്താണ് റം. നോൺ റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാധമായ ഉറക്കത്തിലാണ്. സ്ലീപ്പാണ്. അപ്പൊ ഇതിനകത്താണ് ഭൂരിപക്ഷം എല്ലാ സ്വപ്നങ്ങളും നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഇതിന്റെ സയന്റിഫിക് ആകുമ്പോ ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ബോഡിയിലെ എല്ലാ പാർട്സിനോടും പറയും പാരലൈസ് ആയിട്ട് കിടന്നോ, നമ്മൾ ഇങ്ങനെ പലതരം സ്വപ്നങ്ങൾ കാണും, അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ ക്ഷതങ്ങളും മറ്റും സംഭവിക്കുമെന്നും ബ്രെയിൻ ബോഡികൾക്ക് കൊടുക്കും. എന്നാൽ ആ സമയത്ത് തന്നെ ചില കണ്ടീഷൻ, ഇങ്ങനെ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ ഉള്ള സമയത്ത് ഈ ബ്രെയിനിന്റെ ഒരു പാർട്ട് ഓണരും, അവേക്കാവും. അപ്പൊ ബോഡി ഫുള്ള് പാരലൈസ് ആയിരിക്കും. ആ സമയത്ത് ഹാലോസിനേഷനും കൂടെ ഉണ്ടാവുമ്പോഴാണ് ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത്. സയന്റിഫിക് അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ഇതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം പെട്ടെന്ന് അൺകോൺഷ്യസ് നിന്ന് കോൺഷ്യസിലേക്ക് ആവുമ്പോൾ ബോഡിക്ക് ഉണ്ടാവുന്ന ഇതാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോ നമ്മള് പെട്ടെന്ന് പേടിച്ചു പോകില്ലേ? തീർച്ചയായിട്ടും പേടിച്ചു. കാരണം നമുക്ക് അറിയത്തില്ല ആ ഒരു സമയത്ത്. കഥയൊന്ന് ജസ്റ്റ് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങിയപ്പോഴേക്കും സ്വപ്നം കാണുന്നത് എനിക്കറിയാം അതൊരു സ്വപ്നമാണെന്ന് ആദ്യമേ അറിയാം. നമുക്ക് അങ്ങനത്തെ ഒരു അന്തരീക്ഷം, ഒരു റെഡിഷ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ആ ഒരു സമയത്ത് ഒരു കുട്ടി അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആ കുട്ടി നമ്മളെ അടുത്ത് വരുന്നു. പെട്ടെന്ന് എന്റെ നെഞ്ചത്തങ്ങ് ചാടി വീഴുന്നു. ഈ കുട്ടി എന്ന് പറയുമ്പോൾ വികൃത രൂപം വെച്ചാൽ എന്റെ കണ്ണ് ഭയങ്കര വെളുത്തിട്ടായിരുന്നു. കുട്ടി കുറച്ച് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഒരു കുട്ടിയുടെ ചുറ്റും ഒരു റെഡിഷ് ഓറ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടി ഒന്ന് വേഗം നെഞ്ച് ഇവിടെ കയറി ഇരുന്നിട്ട് ഞാൻ എന്താ പറയുന്നത്, എനിക്ക് വിളിക്കാൻ ശബ്ദം വരുന്നില്ല, കൈകാലുകൾ പൊക്കാൻ വരുത്തുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് അമ്മ സംസാരിക്കുന്നതും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ എന്റെ റൂമിലാണ് നിൽക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മളൊരു സ്വപ്നം കാണുമ്പോഴേക്കും നമ്മൾ റിയൽ വേൾഡ് നമ്മൾ കാണുന്ന ഒരു ഡയമെൻഷൻ ആയിരിക്കത്തില്ല അതിനുള്ളത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ കറക്റ്റ് റിയൽ. അതായത് എന്റെ ഡോറിന്റെ സൈഡ്, ജനലിന്റെ സൈഡ്, റൂമിന്റെ ഡയമെൻഷൻ ഇതെല്ലാം പക്കയായിരുന്നു. അപ്പൊ എനിക്ക് ഫീൽ വരുന്നുണ്ട് ഞാൻ റൂമിൽ കിടക്കുകയാണ്, എന്തൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, അത് റിയൽ ആയിട്ട് അപ്പോഴാണ് നമ്മൾ പേടിച്ചു പോണത്. ഇത് സ്വപ്നമാണോ അല്ലയോ എന്നൊരു ഡൗട്ട്. ശബ്ദം വരുന്നില്ല, കൈകാല് പൊങ്ങുന്നു. കാരണം അത്രയ്ക്ക് ഫീൽ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ചില സ്വപ്നങ്ങൾ കാണുമ്പോ നമുക്കറിയാം എന്താ ഇത് സ്വപ്നമാണ്, കുഴപ്പമില്ല, ഇത് സ്വപ്നമാണ്. പക്ഷെ ഇത് കാണുമ്പോ അങ്ങനെയല്ല ഫീൽ ആവുന്നത്. നീ തിരിച്ചു വരുന്ന സ്വപ്നത്തിൽ തിരിച്ചു വരുന്നതെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് ആദ്യ തവണ വരുമ്പോഴേക്കും എനിക്ക് ഒന്നും അറിയത്തില്ല ഇത് എന്താണ് സംഭവിക്കുന്നത്. മരിച്ച ഒരു ഫീല്. അതായത് ഇനിയിപ്പോ ഞാൻ യഥാർത്ഥത്തിൽ മരിച്ചോ, കാരണം പുറത്തുള്ള എല്ലാം റിയൽ ആയിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പൊ മരിച്ച അവസ്ഥ ഇതാണല്ലോ, നമുക്ക് ശബ്ദങ്ങളൊന്നും പുറത്തു വരത്തില്ല, നമ്മൾക്ക് മയങ്ങി കിടക്കുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, ഈ മരിക്കുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിലോ, അവർക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ ആ സമയം ആലോചിച്ചെന്ന് വെച്ചാൽ അതായിരുന്നു ഞാൻ മരിച്ച്, അപ്പം ഇതാണ് മരണം, ഇങ്ങനെയാണ് മരണം എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ അതിന് എപ്പോഴും ഞാൻ പെട്ടെന്ന് ഞെട്ടി വന്നപ്പോഴാണ് ഇത് എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം ഇത് ഒരേ സമയം ആൻസൈറ്റി ഉണ്ടായി, ഒരേ അത്ഭുതം ഉണ്ടായി, ഒരേ ആശ്വാസം ഉണ്ടായി. ഈ മൂന്നെണ്ണം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. നീ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ, ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫീല് പിന്നെ ഈ നാശം ഒന്ന് പോയി തരാമോ എന്നൊരു ഫീലായത് അതിന് ശേഷം വന്നത്. അത് അത്ര ഫീൽ. കാരണം എനിക്ക് ആ സമയത്ത് അറിയാം ഇത് അത് 100% നമുക്ക് സ്വപ്നമാണെന്ന് തോന്നത്തില്ല. കാരണം നമ്മൾ കിടക്കുന്ന അതേ സ്ഥലം, അതേ ഇത് നമുക്കറിയാം, ഇത് അതാണ്. നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഇതങ്ങ് പോകും.
നമ്മളെ കൂട്ടത്തിൽ വേറെ ആരും ഇപ്പൊ ഈ ഒരു ഫീല് വന്നിട്ടില്ല. വരും വേറെ അപ്പോഴും എല്ലാരും ടീമിന്റെ ആദ്യത്തെ ഫീൽ ചെയ്യുമ്പോ ഭയങ്കര ഇതാണ്. കാരണം എന്തെന്നാ ഈ സ്ലീപ്പ് പാരാലിസിസ് നിൽക്കാണ്. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒബ്ജക്റ്റ് നമ്മളെ ശരീരത്തിൽ വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഈ സ്ലീപ്പ് പാരാലിസിസ് അങ്ങനെ ആൾക്കാര് അപ്പോഴാണ് കുറച്ച് ആശ്വാസം. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടല്ലോ, പേടിക്കണ്ട, ഓക്കെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇനി വരാൻ വന്ന പുള്ളിക്കാണ് വരാൻ പോകുന്നത്. കാരണം പുള്ളിയാണ് സ്വിച്ച് ഇട്ട് കണക്ക് പെട്ടെന്ന് എടുത്തൊക്കെ ഉറങ്ങുന്നത്. ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് സ്ലീപ്പ് പാരാലിസിസ് ഒരിക്കലും പോസിറ്റീവ് ആയിട്ടല്ല. പോസിറ്റീവായിട്ട് വരുന്ന വേറൊരു സബ്ജക്റ്റ് ആണ് ലൂസിഡ് ഡ്രീംസ്. ഇത് നെഗറ്റീവ് ഷെയ്ഡാണ്, മറ്റേത് പോസിറ്റീവ് ഡ്രീം. അത് നമ്മളെ ഡ്രീം നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് സ്വപ്നം കാണാം. നമ്മളെ ഡ്രീം തന്നെ നമുക്ക് തന്നെ ഷേപ്പ് ചെയ്യാം, എങ്ങനെ വേണം, എങ്ങനെ വേണം. അതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാര്. അതൊക്കെ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പം സാധാ ജീവിതം നയിക്കുന്നത്. നിന്റെ ഭാഗ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഭാഗ്യല്ലേ? അല്ല, അത് അതിന്റെ ടെക്നിക്കൽ ടൈം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണെന്ന്. അങ്ങനെ ഒരു ചെറിയൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് പറയുന്നത് നമുക്ക് അല്ലടാ, ഇത് പറയുന്നുണ്ട് ചില ആൾക്കാര്. നമ്മളിപ്പം ഇത് വിചാരിച്ചല്ലെങ്കിൽ നമുക്ക് ആ സ്വപ്നം അത് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട് ലൂസിഡ് ഡ്രീം. പക്ഷെ നമുക്കത് അറിയാത്തതാണ്, നമ്മൾ അറിയാതെ തന്നെ അത് നടക്കുന്നുണ്ട് നമ്മള്. പക്ഷെ കുറെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഇപ്പോഴും ബോധമല്ല. അവര് എന്താണ് ഈ ലൂസിഡ് ഡ്രീം എന്നോ എങ്ങനെ സാധ്യമാക്കുമെന്നോ അറിയത്തില്ല. ഞാനിപ്പോ 2 ദിവസം ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ഇതിനെപ്പറ്റി അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ നീ വിചാരിച്ചതല്ല ഞാൻ ട്രൈ ചെയ്യുന്നത്, അത് വേറൊരു കാര്യം. നമ്മളിപ്പോ ഒരു കാര്യത്തെ പറ്റി അറിയാൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കില്ല, ആ ഒരു ഫീൽ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് പലർക്കും പല സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ ചിലർക്ക് ഫുട്ബോളർ ആവണമെന്ന് ഭയങ്കര, റൊണാൾഡോനെ പോലെ. നമ്മളൊന്ന് ആലോചിച്ചൊക്കെയാണ് നമ്മുടെ ഒരു വേൾഡ് കപ്പ് കളിക്കുന്നത്, ഇന്ത്യയുടെ നായകനായിട്ട് പോയി വേൾഡ് കപ്പ് കളിക്കുന്നു. ഞാൻ മെസ്സിയിലൂടെ അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ കൂടെ നിൽക്കാനൊക്കെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ട്. അപ്പൊ ഇതായിരിക്കും ലൂസിഡ് ബാഴ്സലോണയിൽ പോകുന്നതും ക്യാമ്പ്നു, പുതിയ ക്യാമ്പ്നുവിന്റെ ഇപ്പം പൊളിച്ച് അവിടെ പണിയെടുക്കുകയാണ്, ഡിമോളിഷ് ചെയ്ത്. അപ്പം ആ പുതിയ ക്യാമ്പ്നുവില് പോയിട്ട് ഇങ്ങനെ കളിക്കുന്നത്. ആ സമയത്ത് മെസ്സി അവിടെ സ്പോർട്ടിംഗ് ഡയറക്ടർ അങ്ങനെ എന്തോ വേറൊരു കളിയൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ ഇരുന്ന് ഒരു കോഫി കുടിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കിത്ര വലുതല്ലേ, ചെറുത്. ചെറിയതായിട്ടുണ്ട്. എല്ലാവർക്കും കുറെ ആഗ്രഹം കാണുമല്ലോ. നമുക്ക് സാധിക്കാം, ഇനി ഒരിക്കലും സാധിക്കത്തില്ല എന്നുള്ള ആഗ്രഹം കാണും. അതൊക്കെ ഇങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഇത് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. മറ്റേ ജേണലൊക്കെ എഴുതി വെച്ച് ഡയറി ഇന്ന സമയത്ത് എണീറ്റ് ഇത് അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അങ്ങനെ എന്തോ രാവിലെ ഉണ്ടോ എണീച്ചിട്ട് അങ്ങനെ എന്തോ ഞാനിപ്പോ 2 ദിവസം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നീ അല്ലെങ്കിൽ ഉറങ്ങാറില്ലല്ലോ. അത് വേറെ. പക്ഷെ നമ്മളിപ്പം ഒരു സമയം നമ്മൾ വെച്ചെന്ന് വെച്ചോ, ഇപ്പൊ ഉറങ്ങാനായിട്ട് ഇപ്പം ഒരു 12 മണി തൊട്ട് 6 മണി വരെ നമ്മൾ നോർമലായിട്ട് ഉറങ്ങുന്ന സമയം, ആ സമയം നമ്മൾ ഉറങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ബ്രേക്ക് എടുക്കണം, ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കണം. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആവും നമ്മളെ ബോഡി. അതുവരെ നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും. നമുക്ക് എന്താണോ സ്വപ്നം കാണാനുള്ളത് നമ്മളിങ്ങനെ മനസ്സിൽ വീണ്ടും ചിന്തിച്ച് ആ 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും കിടന്നുറങ്ങണം. അതിപ്പോ 1-2 മണിക്കൂർ ഉറങ്ങാവും. ആ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം നമ്മൾ സ്വപ്നം കാണാൻ ട്രൈ ചെയ്യണം, നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ. അപ്പൊ നമ്മൾ സ്വപ്നത്തിലായിരിക്കും. നമ്മളൊരു സ്വപ്നം കണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വപ്നമാണെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളങ്ങനെ സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇഷ്ടത്തിന് സ്വപ്നത്തിന് മാറ്റും. പക്ഷെ ഇത് ഞാൻ 2 ദിവസം ട്രൈ ചെയ്തിട്ട് എന്നെ കൊണ്ട് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അർജുന്റെ ബ്രദർ എന്റെ അടുത്ത് ഒരു ദിവസം ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഫ്രണ്ട് ഇങ്ങനൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒരു ഡിസോർഡർ പോലെ വന്നു. ഡിസോർഡർ പുള്ളി സൈക്കോളജിസ്റ്റിൽ പോയി കണ്ടില്ല. പുള്ളി എന്ന് പറയുന്നത് സ്വപ്നം, ഇന്ന് നമ്മളൊരു സ്വപ്നം കണ്ടു, അത് 2 ദിവസം ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോ അത് കണ്ടിന്യൂ ചെയ്ത് വരും, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വരും. ഒരേ സ്വപ്നം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റോറി പോലെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അത് പിന്നെ ഒരു ഡേഞ്ചറസ് ഇങ്ങനെ അഫക്ട് ചെയ്തവനെ. നമ്മളിത് സിനിമയിലെ കാണുന്ന പോലെ ഒരു ഇങ്ങനെ കോമഡി എന്ന് വെച്ചാൽ അവര് പിന്നെ ചെയ്തത് കുറച്ച് മന്ത്രവാദം അങ്ങനത്തെ അവര് കുറച്ച് ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളവരാണ്. പക്ഷെ ഇതൊരു നല്ലൊരു കാര്യമാണ് ഈ ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത്. സാധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡേഞ്ചർ ഏതൊരു അത്രയും പ്രശ്നം. അത് നമ്മള് ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലേ, അതന്നെ. അതിന്റെ ഏകദേശം സ്റ്റെപ്പ് ഒരു കണക്കാണ്. ഇതിനൊക്കെ അല്ലെങ്കിലും ഇതിനോടൊപ്പം നിൽക്കുന്ന ഒരു രീതിയാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇതോട്ട് ഈ സ്ലീപ്പ് പാരാലിസിസും ലൂസിഡ് ഡ്രീമിങ്ങും ഉള്ളതാ. പക്ഷെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് ആ സാധനം. അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇതോട്ടും അറിയത്തില്ല. ഈ സ്ലീപ്പ് പാരാലിസിസ് എനിക്ക് വന്നിട്ടുണ്ട്, ലൂസിഡ് ഡ്രീമിന്റെ ഏകദേശം പോലെ അതും എനിക്ക് വന്നിട്ടുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ എന്താ സംഭവം?
ആസ്ട്രൽ പ്രൊജക്ഷൻ ഒന്നുമില്ല, നമുക്ക് തന്നെ നമ്മളെ ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, നമ്മളെ ആസ്ട്രനെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റുക, അങ്ങനെ ഒരു ഓറേനെ ഓരോ നമുക്ക് പുറത്തേക്ക് നമ്മളൊരു എനർജി ഉണ്ടല്ലോ, എല്ലാരും മരിക്കുമ്പോൾ നമ്മൾ എനർജി പോകും എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി, ആ എനർജീനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. നമ്മളെ ശരീരത്തിന് കൂടുവിട്ട് കൂട് മാറുക എന്നൊക്കെ പറയും. കൂടുവിട്ട് കൂട് മാറും വേറൊരു ബാധ കണക്കാണ്. ഇത് കണക്ക് തന്നെ നമ്മളെ ബോഡി എന്നുള്ള എനർജീനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്ത് തന്നെ അതിനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാം, പലരോട്ട് സംസാരിക്കാം, മരിച്ചവരോട്ട് സംസാരിക്കാം എന്നൊക്കെ കുറെ പേരൊക്കെ പറയുന്നുണ്ട്. ഈ നന്തൻകോട് കൊലക്കേസൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒന്നായിരുന്നു. പക്ഷെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു ഈ നന്ദൻകോട് ഇപ്പം ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്ന ഒരാളുടെയാണ്. പക്ഷെ അയാൾ പറയുന്നത് അയാൾ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട്, അത് വലിയൊരു ഫീലാണ് എന്നൊരു രീതിയിലാണ്. നമ്മളെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളിപ്പോ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പീനൽ ഗ്ലാൻഡ് ആണ്. ഈ പീനൽ ഗ്ലാൻഡ് ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹോർമോൺ നമ്മുടെ സ്ലീപ്പിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എത്ര ഡീപ്ലി സ്ലീപ്പ് ആണ്, നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിള്, ഇതെല്ലാം വെച്ചാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് ഈ ഗ്ലാൻഡ് സഹായത്തോടു കൂടി. നമ്മൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ കുറെ ആൾക്കാർ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് അയാളുടെ ബോഡിയിൽ നിന്ന് ഒരു എനർജി പുറത്തു കൊണ്ടുവന്നിട്ട് ഇപ്പം വായിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്താണ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് പോകുന്നത് അപ്പൊ അതിന് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ചിലര് പറയുന്നുണ്ട് ഇത് മരണത്തിനിടെ ഈ ഉറക്കത്തിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നവരൊക്കെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ കുറെ ടോക്കുണ്ട്. അതായത് നമ്മളെ വിട്ടുപോയ എനർജി തിരിച്ച് ഇതിലേക്ക് കയറ്റാൻ പറ്റാണ്ട് നമ്മളങ്ങ് മരിച്ചു പോകണമെന്ന്. ഇതില് നമ്മളെ ഓറയെക്കാളും പവറുള്ള ഓറ നമ്മുടെ ബോഡിയെ പൊസസ് ചെയ്ത് അപ്പൊ മറ്റേ നമ്മുടെ ഇതുമായിട്ട് കണക്ട് ആവാതെ മരിക്കുന്നവര്, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കാരോ മരിച്ചതായിട്ട് ഞാൻ അങ്ങനെ ഒരു ന്യൂസ്. പക്ഷെ ഞാൻ കണ്ട ഇതില് ആള് മലയാളി തന്നെയാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് പേടി എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് ഒരു എനർജി പുറത്തു പോയാൽ തിരിച്ചെങ്ങനെ ബോഡിയിൽ ഉള്ളിലേക്ക് കയറ്റണമെന്നാണ്. പക്ഷെ അപ്പൊ അതിനൊരു അദ്ദേഹം ഒരു ക്ലിയർ ആയിട്ടുള്ള ഇത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ വിരലുകളുണ്ടല്ലോ, വിരലുകള് നമ്മുടെ ബോഡിയിൽ അനക്കാൻ പറ്റും. നമ്മളെ ആസ്ട്രൽ എനർജി ഉണ്ടല്ലോ, അതിന്റെ വിരലുകൾ അനക്കുമ്പോൾ നമ്മളെ വിരലുകൾ അനങ്ങി തുടങ്ങിയാൽ നമ്മളെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് എനർജി ബോഡിക്കുള്ളിൽ കയറുമെന്നാണ് പറയുന്നത്. അങ്ങനെ വേണം തിരിച്ച് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് ബോഡി ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്താണ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കണ്ടത്. അതിന്റെ വീഡിയോ ആണ് കണ്ടത്. അത് നമുക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു ആ വീഡിയോ. അതുപോലെ ഞാൻ വേറെ ഇത് കണ്ടതാണ്. ഈ നമ്മളിപ്പോ മരിക്കുന്നതിന് മുമ്പ് ചില ആൾക്കാർ മരിച്ചിട്ട് തിരിച്ചു എന്ന് പറയും. അവര് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. അവര് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെയും എനർജി ഇതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻ നടന്ന് ബോഡി ഇന്ന് എനർജി മുകളിലോട്ട് പോകുമ്പോൾ അവരെ ചുറ്റും നിൽക്കുന്ന ഡോക്ടർമാരെയൊക്കെ അവർ കാണാൻ പറ്റുന്നു. അവരെ ചുറ്റുമുള്ള ഡോക്ടർമാരെ കാണാൻ പറ്റും. പക്ഷെ അതിന് അടുത്തിരിക്കുന്ന ഇപ്പം വല്ല പിക്ചറോ ബാക്കി സാധനങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. അവർക്ക് ഈ ഡോക്ടർമാരെ മാത്രം കാണാൻ പറ്റും. അതെ, അത് കാണാൻ പറ്റും. പക്ഷെ അവര് പിന്നെ ജീവിതത്തിൽ തിരിച്ചു വരുമ്പോഴാണ് അവർ ഈ എക്സ്പീരിയൻസ് പറയുന്നത്, ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അത് കോമയിലേക്ക് കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ഇപ്പൊ നമുക്ക് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എങ്ങനെ ചെയ്യുന്ന അറിയാം. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ബോഡിയിൽ നിന്ന് എനർജി വേർപെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളിപ്പം പെട്ടെന്ന് കട്ടിൽ വീഴുന്ന ഒരു ഫീൽ ഇല്ലേ, അത് ചില ആൾക്കാർ സയന്റിഫിക് ആയിട്ട് പറയുന്നത് നമ്മളിപ്പം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയെക്കാളും കുറച്ചുകൂടെ മുന്നിലോട്ടായിരിക്കും നമ്മുടെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ നമ്മുടെ എനർജി ഇരിക്കുന്നത്. എപ്പോഴും നമ്മുടെ എനർജി നമ്മുടെ ബോഡിയെക്കാളും കുറച്ച് മുകളിലോട്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് കോൺഷ്യസിലേക്ക് വരുമ്പം ഈ എനർജി പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ഈ താഴോട്ട് പോകുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നതെന്ന് പറയുന്നത്. പെട്ടെന്ന് കട്ടിൽ താഴെ വരുന്ന ഒരു ഫീൽ വരുന്നത് പറയുന്നുണ്ട്. അത് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഉറക്കത്തിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. എനിക്കിപ്പോ രാത്രി ആയാലും ഉറങ്ങാൻ പറ്റുന്നില്ല, കിടന്നാലും ഉറക്കം വരത്തില്ല. എപ്പോഴെങ്കിലും ആക്കി ഉറക്കം വരുന്നത്. പിന്നെ ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ പെട്ടെന്ന് എണീച്ചാ പിന്നെ പോയി ആ ദിവസം വീണ്ടും ഉറങ്ങാൻ പറ്റൂല. ഉറക്കക്കുറവ് കൊണ്ട് ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം പ്രായം ഈ 30s 90s കിഡ്സിനായിരിക്കും അത് കൂടുതലായിട്ട് ഇപ്പൊ അഫക്ട് ചെയ്ത് തുടങ്ങാൻ. കാരണം ഈ ഉറക്കക്കുറവ് കൊണ്ട് ഡയബറ്റീസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, ആൻസൈറ്റി പ്രോബ്ലം വരും, ലോവർ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, പിന്നെ അൽഷൈമേഴ്സ്, അതിന്റെ ഫസ്റ്റ് പാർട്ട് ഡിമെൻഷ്യ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ മിക്കവാറും ഒക്കെ എല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. നിനക്ക് ഈ പ്രശ്നം. പക്ഷെ നമുക്ക് ഞാനായാലും ഋഷികാണെങ്കിലും അൻരാജും ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നു 2 മണിവരെയൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്തിരിക്കാറുണ്ട്. എണീക്കുന്നത് ലേറ്റ് ആയിട്ടാണല്ലോ. അത് ഞാൻ എണീക്കുന്നത് ലേറ്റ് ആയിട്ടാണ്. ഉറക്കക്കുറവിന് കുറച്ച് ടിപ്സ് അങ്ങോട്ട് പിടിച്ചു തോന്നി, ഉറങ്ങിക്ക് തോന്നി. അത് പറയാൻ ബെസ്റ്റ് ദീജു ആയിരിക്കും. അത് പറയാൻ നല്ലത് ദീജു ആയിരിക്കും. നിനക്ക് ഉറങ്ങുന്ന നിനക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാൻ, ഇങ്ങനെ ചെയ്താൽ ഉറങ്ങാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇങ്ങനെ കുറച്ചു ദിവസം നമ്മള് കറക്റ്റ് ആ ടൈമിലൊന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ടൈമിലും ആ ടൈമിൽ ഉറങ്ങാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നമ്മളാരും പിന്നെ പ്രൊഫഷണൽസ് അല്ല. അതിന്റെ പ്രൊഫഷണലിനെ കാണുന്നതായിരിക്കും നല്ലത്. അത്ര കണ്ടീഷൻ വേസ്റ്റ് ആണെങ്കിൽ കാണുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മള് കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ കുറച്ച് വാം വാട്ടറിൽ ഒന്ന് കുളിച്ചിട്ട് കുറച്ച് എക്സസൈസ് സ്ട്രെച്ചസ് എന്തെങ്കിലും ചെയ്തിട്ട് കിടക്കുക. അങ്ങനെയാണ് ഉറക്കം കിട്ടും. പിന്നെ ഈ മെലഡി പോലത്തെ ചെറിയ ചെറിയ മ്യൂസിക് അല്ലാണ്ട് ഇലുമിനാറ്റി ചെറിയ ചെറിയ മ്യൂസിക് മെലഡി ഒക്കെ ഇട്ട് കിടന്നാൽ കുറച്ച്. പിന്നെ ചിലവര് ഈ എന്തെങ്കിലും വറീസും ഈ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജേണലായിട്ട് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അല്ലെങ്കിൽ റൈറ്റ് ചെയ്തിട്ട് കിടക്കുക. പിന്നെ നമ്മുടെ വാച്ചിലൊന്നും നോക്കരുത്. എപ്പോഴും നമ്മളെ പ്രശ്നം സമയം നോക്കി ഇത് ഉറങ്ങാൻ, അയ്യോ എന്റെ ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു, അങ്ങനെ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഉറക്കം പോകും. ഉറങ്ങുക. അതെ, നല്ലതാണ്. 10 മണിന്ന് വെച്ചാൽ അയ്യോ 10 മണി എനിക്ക് ഉറങ്ങണോ. നിനക്കിങ്ങനെ ഉറങ്ങാതിരിക്കുന്നതിൽ എന്തെങ്കിലും ഉറങ്ങില്ല എന്നുണ്ട് ആ ദിവസം പിറ്റേ ദിവസം പോക്കാണ്. രാവിലെ ഒരു ഉച്ച വരെ ഞാൻ ഇനാക്റ്റീവ് ആയിരിക്കും സത്യം പറഞ്ഞ. കോട്ട് ഇടുക, കണ്ണൊക്കെ അടഞ്ഞ് ഒരുമാതിരി വല്ലാത്തൊരു അവസ്ഥയാണ്. ബോഡിയിൽ പ്രത്യേക ഒരു ഹീറ്റ് എനിക്ക് ആ ഒരു സമയത്ത് വല്ലാത്തൊരു വീർപ്പ് മുട്ടലാണ്. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോ ഓക്കെ. പക്ഷെ പിന്നെ കഫൈൻ നല്ല ഉപയോഗമാണ്. അതിന്റെ കോക്കും പെപ്സിയും അതൊക്കെ ഒന്ന് കുറച്ചാൽ ചിലപ്പോ ഉറക്കം കിട്ടും. ഓക്കെ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ സെഷൻ. അപ്പം എല്ലാരോടും പറയാനുള്ളത് പറ്റുന്നത്ര ഉറങ്ങണം. എങ്ങനെ പോയാലും ഒരു 8 മണിക്കൂറോളം ഇറങ്ങാൻ ശ്രമിക്കണം. അപ്പൊ എല്ലാവരും സ്ലീപ്പ്. അതെ, സ്വപ്നങ്ങളാണ്. എല്ലാവരും സ്വപ്നങ്ങൾ കാണുക. പറ്റുന്നവര് ഈ സ്വപ്നങ്ങൾ കാണുന്നത് എഴുതി വെക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു കാര്യമാണ്. എല്ലാരും പറ്റുന്ന സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. നല്ല സംവിധായകർക്ക് കൊടുക്കുക. അതെ. അപ്പം എല്ലാവർക്കും ഒരു ശുഭനിദ്ര നേർന്നു. നല്ലൊരു സ്വപ്നം കാണട്ടെ.